റാപ്പ് ഗായകൻ വേടന്റെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെയുള്ള പരാതിയിൽ കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം ബഷീറിന് അന്വേഷണ ചുമതല. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് കാലിക്കറ്റ് VC ഡോക്ടർ P. രവീന്ദ്രൻ പറഞ്ഞു. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ട്. ഇംതിയാസ്, പെട്ടെന്നൊരു വൈകാരികമായ ഒരു തീരുമാനമായിരുന്നോ വേടന്റെ പാട്ട് ഉൾപ്പെടുത്താൻ എന്നുള്ളതൊക്കെ ചോദ്യങ്ങളായി ഉയർന്നതാണ്. ഇപ്പോൾ പിന്നീട് അത് പരാതിയായി വരുന്നു, അതിൽ അന്വേഷണത്തിലേക്ക് പോകുന്നു. എന്താണ് വിവരം? തീർച്ചയായിട്ടും, അതായത് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടാണ്, വേടന്റെ പാട്ടാണ് മലയാളം 3ാം സെമസ്റ്റർ BA മലയാളം 3ാം സെമസ്റ്ററിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. അത് ഒരിക്കലും VC നേതൃത്വം കൊടുത്ത് അങ്ങനെ എടുത്തൊരു തീരുമാനമല്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പഠന വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യുന്നവർ തന്നെ എടുത്തൊരു തീരുമാനമാണ്. എന്നാൽ ആ തീരുമാനത്തിനെതിരെ BJPയുടെ സിൻഡിക്കേറ്റ് അംഗം AK അനുരാജ് ഒരു പരാതി നൽകിയിരുന്നു. ഇത് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു പക്ഷേ തെറ്റായ പ്രചാരണം ഉണ്ടാക്കുമെന്ന രീതിയിലായിരുന്നു പരാതി കൊടുത്തത്. ആ പരാതിക്ക് പിന്നാലെ ചാൻസലർ അത് അന്വേഷിക്കണമെന്ന് VCക്ക് നിർദ്ദേശം നൽകുകയും VC ഇപ്പോൾ മലയാളം വിഭാഗം മുൻ മേധാവിയും സാഹിത്യ നിരൂപകനുമായിട്ടുള്ള M ബഷീറിനെ അതിന്റെ അന്വേഷണ ചുമതല ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരാഴ്ചക്കകം അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. അങ്ങനെ റിപ്പോർട്ട് നൽകിയാലുടൻ ഇത് ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാമെന്നാണ് ഇപ്പോൾ VC ആയിട്ടുള്ള ഡോക്ടർ P. രവീന്ദ്രൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇപ്പോൾ ഈ സിൻഡിക്കേറ്റ് അംഗത്തിന്റെ ഒരു പരാതി മാത്രമല്ല, നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അത് വേടനെ ഒരിക്കലും മാറ്റി നിർത്തേണ്ടതില്ല. അതോടൊപ്പം ഈ സാഹിത്യം അതായത് ഈ റാപ്പർ വേടന്റെ ഈ പാട്ട് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് പഠിക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം, അതോടൊപ്പം സാഹിത്യ വിദ്യാർത്ഥികൾക്ക് ഇത് ഏത് രീതിയിൽ പഠിക്കാൻ സാധിക്കും, അതെങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പരാതികൾ വന്നിട്ടുണ്ട്. അതെല്ലാം കൂടെയാണ് അന്വേഷിക്കുന്നത്. BJP സിൻഡിക്കേറ്റ് അംഗത്തിന്റെ ഒരു പരാതി മാത്രമല്ല എന്നും ഇപ്പോൾ VC ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടും മൈക്കിൾ ജാക്സന്റെ മറ്റൊരു പാട്ടും, ഈ രണ്ട് പാട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ആണ് ഇതിൽ 3ാം സെമസ്റ്ററിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു പരാതി വന്നതോടുകൂടി അത് ഉൾപ്പെടുത്തുന്ന കാര്യം ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. പരാതി അന്വേഷിച്ച് അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ മാത്രമേ ഇതുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നും വ്യക്തമാക്കുന്നു.